അൽ മുക്താദിർ ജ്വല്ലറിയിലെ ആദായ നികുതി റെയ്ഡിൽ കേരളത്തിൽ മാത്രം കണ്ടെത്തിയത് 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ്. ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ റെയ്ഡ് തുടരുകയാണ്. സംസ്ഥാനത്തെ 30 കടകളിലാണ് പരിശോധന. ജോഷി കുര്യനാണ് ചേരുന്നത്. ജോഷി, ഏതൊക്കെ രീതിയിലുള്ള വെട്ടിപ്പുകളാണ് ഈ അൽ മുക്താദിർ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്? ഈ അൽ മുക്താദിർ ജ്വല്ലറി എന്ന സ്ഥാപനം കഴിഞ്ഞ കുറെ കാലങ്ങളായി കേന്ദ്ര ഏജൻസികളുടെ റഡാറിലുള്ള സ്ഥാപനമാണ്. നേരത്തെ കേന്ദ്ര GST അടക്കം ഈ സ്ഥാപനങ്ങളിലെ കച്ചവടം സംബന്ധിച്ച് ചില പരിശോധനകളും ചില നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ തിരുവനന്തപുരം യൂണിറ്റ് കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്തെ 30 ഷോപ്പുകളിലും ഒപ്പം തന്നെ മുംബൈയിലും ഒക്കെ തന്നെയായി റെയ്ഡും പരിശോധനയും നടത്തി വരികയാണ്. അതിൽ കേരളത്തിൽ മാത്രം 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. മണി ചെയിൻ മാതൃകയിൽ ഈ പുതിയ സ്വർണം, അതായത് സ്വർണം നേരത്തെ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മണി ചെയിൻ മാതൃകയിൽ ഏതാണ്ട് വലിയ തോതിൽ കോടിക്കണക്കിന് രൂപ ഇവർക്ക് ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് വ്യക്തിയാധിഷ്ഠിത കാര്യങ്ങൾക്ക് വേണ്ടി പേര് വകമാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 370 മുതൽ 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് എന്നാണ് പറയുന്നത്. പല കടകളിലും, അതായത് പല ഷോപ്പുകളിലും പരിശോധന നടത്തിയപ്പോൾ അവിടെയൊന്നും കൃത്യമായ രേഖകളില്ല. വൻതോതിൽ കള്ളപ്പണം വെട്ടിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് കരുതുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ രേഖകൾ പരിശോധിച്ചപ്പോൾ വലിയ തോതിൽ പഴയ സ്വർണം അവർ വാങ്ങിയിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിച്ചാൽ 30 ലക്ഷം എന്ന് കണക്കുണ്ടാക്കുന്ന രീതിയൊക്കെ തന്നെ ഈ സ്ഥാപനങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ അൽ മുക്താദിർ ജ്വല്ലറിയും ഒപ്പം തന്നെ മുംബൈയിലെ ഒരു ഗോൾഡ് പർച്ചേസ് സ്ഥാപനവും തമ്മിൽ ഇടപാടുകളുണ്ട്. യുണീക് ചെയിൻസ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. ഈ സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിലും 400 കോടിയുടെ തിരിമറി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ അൽ മുക്താദിർ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് നടത്തിയ 300 കോടിയുടെ തിരിമറിയാണ് ഈ യുണീക് ചെയിൻസുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനായത്. രാജ്യത്തിന് പുറത്തേക്കും ഇവർ വൻതോതിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി 50 കോടി രൂപയുടെ നിക്ഷേപം വിദേശത്തുള്ളതായി നിലവിൽ കണ്ടെത്തി. അതൊന്നും തന്നെ ഇവിടുത്തെ ഇൻകം ടാക്സ് റിട്ടേണുകളിലൊന്നും ഈ സ്ഥാപനം കാണിച്ചിട്ടില്ല. വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇടപാടുകൾ ഇതുവഴി നടന്നു എന്ന് അവർ സംശയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കേരളത്തിൽ മാത്രം 30 ഷോപ്പുകൾ മുഖേന നടന്നു എന്നുള്ളതാണ് ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അമ്പിളി. ശരി ജോഷി.